പണമല്ല, മനുഷ്യനായിരിക്കണം സാമ്പത്തിക സംവിധാനത്തിൻ്റെ കേന്ദ്രം, സഭാ സംവിധാനത്തിൻ്റെയും. പ്രിയപ്പെട്ടവരെ, പണവും പണത്തിൻ്റെ വിഹാര കേന്ദ്രവുമായ കമ്പോളവും ചേർന്ന് ലോകത്തെയാകെ നിയന്ത്രിക്കുന്ന അല്ലെങ്കിൽ ഭരിക്കുന്ന പുതിയ ലോകക്രമത്തിൻ്റെ ഉത്ഭവത്തിലും വളർച്ചയിലും കത്തോലിക്കാ സഭ വഹിച്ച പങ്ക് നിരീക്ഷണ വിധേയമാക്കുകയും അതിനെ ബിബ്ലിക്കലായി വിലയിരുത്തുകയും ചെയ്യുക എന്നതാണ് ഈ എപ്പിസോഡിൻ്റെ ലക്ഷ്യമെന്ന് ആദ്യമേ പറയട്ടെ. അതിന് പ്രേരകമായത് ഫ്രാൻസിസ് മാർപ്പാപ്പ കൊല്ലങ്ങൾക്ക് മുമ്പ് നടത്തിയ ഒരു പ്രസ്താവന വീണ്ടും കാണാനിടയായതാണ് എന്നും പറയട്ടെ. 2013 സെപ്റ്റംബർ 22 ഫ്രാൻസിസ് മാർപ്പാപ്പ നടത്തിയ ഒരു പ്രഭാഷണത്തിനിടെ പണമല്ല, മനുഷ്യനായിരിക്കണം സാമ്പത്തിക സംവിധാനത്തിൻ്റെ കേന്ദ്രം എന്ന് അഭിപ്രായപ്പെടുകയുണ്ടായി. വേറെ ഏതെങ്കിലും ഒരു മാർപ്പാപ്പയായിരുന്നു ഇങ്ങനെ പ്രസ്താവിച്ചിരുന്നതെങ്കിൽ വൈദ്യ, ആദ്യം നീ സ്വയം ചികിത്സിക്കൂ എന്നോ, ആദ്യം സ്വന്തം കണ്ണിലെ തടി എടുത്തു മാറ്റൂ എന്നിട്ടാകട്ടെ ഈ കരടെടുക്കൽ എന്നോ ലോകം പറയുമായിരുന്നു. കാരണം പണകേന്ദ്രീകൃതമായ ഒരു സാമ്പത്തിക സംവിധാനത്തിലേക്ക് ലോകത്തെ തള്ളിവിട്ടതിൻ്റെയും മതപരിവേഷം നൽകി അതിനെ പരിപോഷിപ്പിച്ചതിൻ്റെയും പിന്നിൽ ഏറ്റവും വലിയ ശക്തിയായി വർത്തിച്ചത് കത്തോലിക്കാ സഭയാണ് എന്നത് ലോകർക്കെല്ലാം അറിവുള്ള വസ്തുതയാണ്. എന്നാൽ മാർപ്പാപ്പ സ്ഥാനത്തെത്തിയ അന്നു മുതൽ കത്തോലിക്കാ സഭയുടെ കണ്ണിലെ തടിക്കഷണങ്ങൾ എടുത്തു മാറ്റാനുള്ള കഠിന പരിശ്രമത്തിലാണ് ഫ്രാൻസിസ് മാർപ്പാപ്പ എന്ന് ബോധ്യപ്പെട്ടിരുന്ന ലോക ജനത അദ്ദേഹത്തെ വിശ്വാസത്തിലെടുക്കുകയാണ് ചെയ്തത്. മനുഷ്യ കേന്ദ്രീകൃതമായിരുന്ന യേശുവിൻ്റെ സഭ റോമാ സാമ്രാജ്യത്തിൻ്റെ ധൃതരാഷ്ട്ര ആലിംഗനത്തിൽപ്പെട്ട അന്നു മുതൽ 4-ാം നൂറ്റാണ്ട് മുതൽ അധികാരത്തിലും പണത്തിലും കേന്ദ്രീകൃതമാകാൻ തുടങ്ങി. മാനുഷിക മൂല്യങ്ങളിൽ അധിഷ്ഠിതമായിരിക്കുന്ന കൂട്ടായ്മ ജീവിതശൈലി വിട്ട് കച്ചവട മൂല്യങ്ങളിൽ അധിഷ്ഠിതമായ മാത്സര്യ ജീവിതശൈലിയിലേക്ക് സഭ വഴിമാറി. മാത്സര്യത്തിൻ്റെ ഒരു ലക്ഷണം മേൽക്കോയ്മ വാഞ്ചയാണല്ലോ. മതപീഡനത്തിൻ്റെ തിക്താനുഭവങ്ങൾ ഏറെയുണ്ടായിരുന്നിട്ടും അതെല്ലാം മറന്ന് റോമൻ സാമ്രാജ്യത്തിലെ ഇതര മതസ്ഥരുടെ മേൽ പീഡനം അഴിച്ചുവിടാനും മേധാവിത്വം അടിച്ചേൽപ്പിക്കാനും അവരെ ഇല്ലായ്മ ചെയ്യാനും ഈ റോമൻ ക്രിസ്തുമതം തുടക്കത്തിലെ തന്നെ ശ്രമിക്കുകയുണ്ടായി എന്നതിൽ നിന്ന് തന്നെ യേശുവിൽ നിന്നും മാനുഷികതയിൽ നിന്നുമുള്ള സഭയുടെ വഴിമാറ്റം എത്ര പെട്ടെന്നാണ് സംഭവിച്ചത് എന്ന് വ്യക്തമാണ്. തുടർന്ന് ഒരു ക്രൈസ്തവ അധികാര സാമ്രാജ്യം തന്നെ ഉടലെടുക്കുന്നതാണ് നാം ചരിത്രത്തിൽ കാണുന്നത്. ആദ്യ സഹസ്രാബ്ദം കൊണ്ട് യൂറോപ്യൻ രാജ്യങ്ങളെല്ലാം ഈ റോമൻ മതസാമ്രാജ്യത്തിൻ്റെ അധീനതയിലാവുകയും ക്രൈസ്തവ രാജ്യങ്ങളായി തീരുകയും ചെയ്തു. റോമാ സാമ്രാജ്യം തകർന്ന് അടിഞ്ഞപ്പോഴും ഈ റോമൻ മതസാമ്രാജ്യം തുടരുകയും വികസിക്കുകയുമായിരുന്നു. ഈ സാമ്രാജ്യത്തിൻ്റെ വിപുലീകരണ ദൗത്യവുമായി ക്രൈസ്തവ യൂറോപ്പ് ലോകത്തിൻ്റെ ഇതര ഭാഗങ്ങളിലേക്ക് അന്നത്തെ മാർപ്പാപ്പമാരുടെ തീട്ടൂരങ്ങളുമായി കടൽ കടന്നും അല്ലാതെയും കടന്നു കയറി. അങ്ങനെ യേശുവിൻ്റെ പേരിൽ സൂര്യൻ അസ്തമിക്കാത്ത മതരാഷ്ട്രീയ അധികാര സാമ്രാജ്യങ്ങൾ ക്രൈസ്തവ യൂറോപ്പ് കെട്ടിപ്പടുത്തു. അടിമകളാക്കപ്പെട്ട നിരവധി ജനതകളുടെ ശിരസുകൾക്ക് മേൽ ചവിട്ടി നിന്നാണ് സഭ ഈ വിജയമകുടം സ്ഥാപിച്ച് മുടിചൂടി നിന്നത് എന്ന് ചരിത്രത്തിലേക്ക് നോക്കിയാൽ കാണാം. ഇതിൽ യൂറോപ്പിൻ്റെ രാഷ്ട്രീയ സാമ്രാജ്യത്വം ഇന്ന് പ്രകടമായി കാണാനില്ലെങ്കിലും കൊളംബസിനും വാസ്കോഡി ഗാമയ്ക്കും ശേഷമുള്ള സഹസ്രാബ്ദക്കാലം കൊണ്ട് അവർ വിതച്ചിട്ടുപോയ പാശ്ചാത്യ നാഗരിക മൂല്യങ്ങളുടെ, അതായത് മത്സരത്തിലും ചൂഷണത്തിലും അധിഷ്ഠിതമായ വികസന സങ്കല്പത്തിൽ അന്തർഹിതമായിരിക്കുന്ന കച്ചവട മൂല്യങ്ങളുടെ കളവിത്തുകൾ എല്ലാ ജനതകളിലും പൊട്ടിമുളച്ച് തനത് സാംസ്കാരിക തനിമകളെ മുഴുവൻ മൂടിക്കളയുകയുണ്ടായി. തനത് ചിന്തകളും തനത് സംസ്കാരങ്ങളും തനത് ഭാഷകളും തനത് സ്വത്വബോധം തന്നെ മാറ്റിവെച്ച് ജീവിത വിജയത്തിനായി ഇന്ന് നിലവിലുള്ള യൂറോ അമേരിക്കൻ വ്യാവസായിക കമ്പോള വ്യവസ്ഥയ്ക്ക് അനുയോജ്യമായി ചിന്തിക്കാനും ജീവിക്കാനും അബോധപൂർവമായി പോലും തത്രപ്പെടുകയാണ് ഇന്ന് മുഴുവൻ ലോകവും. തന്മൂലം റോമാ സാമ്രാജ്യത്തിൻ്റെ പതനത്തിന് ശേഷവും ആ സാമ്രാജ്യത്വ മൂല്യങ്ങൾ കത്തോലിക്കാ സഭയിലൂടെ തുടർന്നതുപോലെ ക്രൈസ്തവ യൂറോപ്പിൻ്റെ രാഷ്ട്രീയ സാമ്രാജ്യത്വം അവസാനിച്ചിട്ടും അത് മുന്നോട്ട് വച്ചിരുന്ന വ്യാവസായിക കമ്പോള നാഗരിക മൂല്യങ്ങൾ മുഴുവൻ ലോക ജനതകളിലൂടെയും ഇന്ന് തുടരുകയാണ്. പണകേന്ദ്രീകൃതമായ ഒരു സാമ്പത്തിക രാഷ്ട്രീയ വ്യവസ്ഥയുടെ മസ്തിഷ്ക കോശമായി ഓരോ മനുഷ്യനും, മസ്തിഷ്ക കോശ വ്യൂഹമായി ഓരോ സമുദായവും രാഷ്ട്രവും മാറിക്കഴിഞ്ഞിരിക്കുന്നു. മാത്സര്യത്തിൻ്റെതായ കച്ചവട നാഗരിക മൂല്യങ്ങൾ ലോകമെമ്പാടുമുള്ള മനുഷ്യരുടെ മനസ്സുകളിൽ വേരുറപ്പിച്ച് വ്യവസ്ഥാപിതമായി കഴിഞ്ഞിരിക്കുന്നു. അതനുസരിച്ച് ലോകത്തുള്ള സർവരുടെയും മനസ്സുകളിൽ ഇന്ന് പ്രധാനമായും 2 തരം സാമ്പത്തിക സംവിധാനങ്ങളേ ഉള്ളൂ. ഒന്ന് മുതലാളിത്ത സാമ്പത്തിക വ്യവസ്ഥ, 2 മാർക്സിയൻ സോഷ്യലിസ്റ്റ് വ്യവസ്ഥ. യൂറോപ്പിലുണ്ടായ വ്യാവസായിക വിപ്ലവത്തിൻ്റെ ഉൽപ്പന്നങ്ങളായ ഇവ രണ്ടും ഒരേ ഒരു വ്യാവസായിക കമ്പോള വ്യവസ്ഥിതിയെ തന്നെയാണ് ആശ്രയിച്ച് നിൽക്കുന്നത് എന്നതാണ് വസ്തുത. ഇവ തമ്മിൽ ഭിന്നതയുള്ളത് മുഖ്യമായും
വ്യാവസായിക ഉൽപ്പാദന പ്രക്രിയയിൽ നിന്ന് കിട്ടുന്ന ലാഭത്തിൻ്റെ ഉടമസ്ഥത സംബന്ധിച്ചാണ്. ചുരുക്കത്തിൽ ഈ രണ്ട് പാശ്ചാത്യ പ്രത്യയശാസ്ത്രങ്ങളും പണത്തെയാണ് കേന്ദ്രീകരിച്ചിരിക്കുന്നത്. ഇതിൽ തൊഴിലാളികൾക്കും പാവപ്പെട്ടവർക്കും സാധാരണക്കാർക്കും പ്രതീക്ഷ നൽകി നിലനിന്നിരുന്ന കമ്മ്യൂണിസ്റ്റ് സോഷ്യലിസ്റ്റ് പ്രസ്ഥാനം പാശ്ചാത്യ വ്യാവസായിക കമ്പോള വ്യവസ്ഥിതി എന്ന ഒരേയൊരു വ്യവസ്ഥിതിയുടെ ഇടത് ചിറക് മാത്രമായിരുന്നു എന്ന് തെളിയിച്ചുകൊണ്ട് മുതലാളിത്ത കോർപ്പറേറ്റ് താവളത്തിൽ എത്തി നിൽക്കുകയാണല്ലോ ഇന്ന്. അങ്ങനെ ശീതയുദ്ധത്തിൻ്റെ മുറിവുറുപ്പുകൾ കൂടി ഇല്ലാതായതോടെ ആർത്തിമൂത്ത പണത്തിൻ്റെ ശക്തിദുർഗങ്ങൾ പ്രകൃതി വിഭവങ്ങൾക്ക് മേലും മനുഷ്യൻ്റെ അധ്വാന ശക്തിക്ക് മേലും വ്യവസ്ഥാപിതമായി തന്നെ വലവിരിച്ചിരിക്കുകയാണിപ്പോൾ. പണം ജഡ്ജിയായിരിക്കുന്ന വിപണിയാണ് മനുഷ്യൻ്റെ എല്ലാ കാര്യങ്ങളും നിശ്ചയിക്കുന്നത് എന്നതാണ് പണം കേന്ദ്രീകരിച്ചുള്ള ഇന്നത്തെ വ്യവസ്ഥയുടെ നിലപാട്. പണത്തെയും കമ്പോളത്തെയും സൃഷ്ടിച്ച മനുഷ്യനെ ഭരിക്കുന്നത് മനുഷ്യൻ്റെ തന്നെ സൃഷ്ടിയായ പണവും കമ്പോളവുമാണ് എന്ന് പറയുമ്പോൾ തന്നെ അത് മനുഷ്യവിരുദ്ധമാണെന്ന് മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ. ലാഭമുള്ളിടത്തേക്ക് സ്വയം സ്റ്റിയറിംഗ് തിരിഞ്ഞ് യാന്ത്രിക ശക്തിയോടെ അപ്രതിരോധ്യമായി നീങ്ങുന്ന ഒരു ബുൾഡോസറിനോട് പണകേന്ദ്രീകൃതമായ ഈ വ്യവസ്ഥിതിയെ ഉപമിക്കാം. അതുകൊണ്ടാണ് ആയിരക്കണക്കിന് മനുഷ്യരെ തങ്ങളുടെ ജീവിത ഇടങ്ങളിൽ നിന്ന് നിഷ്കാസിതരാക്കുമെന്നും അപകടകരമാം വിധം ആണവാവശിഷ്ട മാലിന്യങ്ങൾ കുന്നുകൂടുമെന്നും വൻ പാരിസ്ഥിതിക ദുരന്തങ്ങൾക്ക് വഴിവെക്കാൻ ഇടയുണ്ടെന്നും വ്യക്തമായി അറിയുന്ന ആണവ നിലയങ്ങൾ പോലും ജനവാസ കേന്ദ്രങ്ങളിലേക്ക് വികസന മുദ്രാവാക്യങ്ങളുമായി കടന്നു വരുന്നത്. ഈ മനോഹര ഭൂമിയെ വിരൂപയും പൊള്ളയുമാക്കുന്ന എല്ലാ ഖനനങ്ങളും പാറപൊട്ടിക്കലും മണലൂറ്റലും വനനശീകരണവുമെല്ലാം ഈ പണാധിപത്യ വ്യവസ്ഥിതിയുടെ കണ്ടും കരളുമില്ലാത്ത ബുൾഡോർ ശക്തിക്ക് ഉദാഹരണങ്ങളാണ്. പണമല്ലാതെ വേറെ നാഥനില്ലാത്ത ഈ അവസ്ഥ പണമില്ലാത്തവരെ കൂടുതൽ ദരിദ്രരാക്കുകയും പ്രാന്തവൽക്കരിക്കുകയും വേരുകൾ നഷ്ടപ്പെടുത്തി ചേരികളിലും അഭയാർത്ഥി ക്യാമ്പുകളിലും തള്ളുകയും ചെയ്യുന്നു. മനുഷ്യർക്കിടയിൽ അത് വിവേചനങ്ങൾ സൃഷ്ടിക്കുകയും മനുഷ്യാവകാശങ്ങളും നീതിയും നിഷേധിക്കുകയും ചെയ്യുന്നു. മനുഷ്യൻ്റെ ആവാസ വ്യവസ്ഥയ്ക്ക് അത് തുരങ്കം വയ്ക്കുകയും പാരിസ്ഥിതിക ആഘാതങ്ങൾ സൃഷ്ടിച്ച് ദുരന്തഭൂമികൾ ഉണ്ടാക്കുകയും ചെയ്യുന്നു. ഇതിനെല്ലാമെതിരെ മനുഷ്യർ മുറവിളി കൂട്ടുകയും സമർമുഖങ്ങൾ തുറക്കുകയും ചെയ്താലും എല്ലാ ഇസങ്ങളും ഈ ആഗോള കമ്പോള വ്യവസ്ഥിതിയെ വർണ്ണമാല്യമിട്ട് ഭരിച്ചവയായതിനാൽ സ്ഥായിയായ ഒരു പരിഹാരവും ഉണ്ടാകുന്നുമില്ല. യൂറോ അമേരിക്കൻ വിരോധം മൂത്ത് ഇരുളിൻ്റെ മറവിൽ മതതീവ്രവാദികൾ നടത്തുന്ന ഭീകര ആക്രമണങ്ങൾക്ക് ഇരകളാകുന്നതും നിരപരാധികളായ മനുഷ്യർ തന്നെ. എന്നിട്ടും ഈ വ്യവസ്ഥിതി സ്വാതന്ത്ര്യത്തെയും ജനാധിപത്യത്തെയും പ്രതിനിധാനം ചെയ്യുന്നു എന്നൊരു വിശ്വാസത്തിലാണ് മനുഷ്യരിലേറെയും ഇന്ന്. എന്നാൽ മാനുഷികമായ ഒരു വീക്ഷണകോണിൽ നിന്ന് കാര്യങ്ങൾ നിരീക്ഷിക്കുന്ന പക്ഷം അതിൽ ഒളിഞ്ഞിരിക്കുന്ന ചതിക്കുഴികളും ക്രൗര്യവും ഹിംസയും ഭീകരതയും കണ്ടെത്താൻ മനുഷ്യന് കഴിയും. കച്ചവട മൂല്യങ്ങൾ ഉൾക്കൊണ്ട ആർക്കും കമ്പോള ശക്തി അറിയിക്കാനുള്ള സ്വാതന്ത്ര്യമാണ് ഇവിടെ സ്വാതന്ത്ര്യമെന്നും അവരുടെ ആധിപത്യമാണ് ഇവിടെ ജനാധിപത്യമെന്നും ഈ നാഗരികത മുന്നോട്ട് വയ്ക്കുന്ന മാമോനെ പ്രതിഷ്ഠിച്ചുള്ള ഭൗതിക മതത്തിൻ്റെ നിയമങ്ങൾക്ക് വേറെ മതവിവേചനമൊന്നുമില്ല എന്നതാണ് ഇവിടുത്തെ മതേതരത്വമെന്നും കാണാൻ മനുഷ്യന് അപ്പോൾ കഴിയും. ചുരുക്കത്തിൽ സ്വന്തം ആത്മാവിനെ നഷ്ടപ്പെടുത്തി ബാക്കിയെല്ലാം നേടാൻ ഓരോരുത്തരെയും പ്രേരിപ്പിക്കുന്നതാണ് സാമൂഹികതയിൽ നിന്ന് സ്വകാര്യമാതൃപരതയിലേക്ക്, അതായത് ഭൗതിക മനോഭാവത്തിലേക്ക് സ്വയം ഒതുങ്ങാൻ മനുഷ്യനെ പ്രോത്സാഹിപ്പിക്കുന്നതാണ് പണകേന്ദ്രീകൃതമായി വളർന്ന് ആഗോളതലത്തിൽ വ്യാപിച്ചു കഴിഞ്ഞിരിക്കുന്ന ഇന്നത്തെ വ്യവസ്ഥിതി എന്ന് സാരം. മനുഷ്യനെയും പ്രകൃതിയെയും തകർത്തുകൊണ്ട് ഈ വ്യാവസായിക നാഗരിക വ്യവസ്ഥിതിക്ക് എത്ര കാലം ഇങ്ങനെ തുടരാനാകും? മനുഷ്യൻ്റെ എല്ലാ സർഗാത്മകതകളെയും പണദേവതയ്ക്ക് മുമ്പിൽ ബലികൊടുത്തുകൊണ്ട് മനുഷ്യന് എത്രനാൾ മനുഷ്യനായി തുടരാനാകും? ഈ പണാധിഷ്ഠിത സാമൂഹിക സങ്കല്പങ്ങളിൽ നിന്ന് മാറി ചിന്തിക്കാനും മാനുഷിക അടിത്തറയുള്ള ഒരു പുതിയ സമൂഹം സ്വപ്നം കാണാനും ആ സമൂഹത്തിലേക്ക് മാറി ചവിട്ടാനുമുള്ള ദാർശനികവും കാൽപ്പനികവും ബൗദ്ധികവുമായ കഴിവുകളും കർമ്മശേഷിയും മനുഷ്യന് ഇല്ലാതെ വരുമോ? മാനുഷിക മൂല്യങ്ങൾ തീർത്തും വറ്റി വരളാത്തവരിൽ ഉയരുന്ന ചോദ്യങ്ങളാണ് ഇവ. അവരോടൊപ്പം ഇന്നത്തെ മതരാഷ്ട്രീയ പൊതുധാരയ്ക്ക് ബദലായി രൂപപ്പെട്ടുകൊണ്ടിരിക്കുന്ന മതനവീകരണ, സാംസ്കാരിക നവോത്ഥാന, പരിസ്ഥിതി സംരക്ഷണ, ജനനീതി സംസ്ഥാപന, അഴിമതി വിരുദ്ധ പ്രസ്ഥാനങ്ങളും ഉള്ളിൽ വഹിക്കുന്ന ചോദ്യങ്ങളാണിവ. ചരിത്രത്തിൻ്റെ വർത്തമാന അടിയൊഴുക്കുകളായി ലോകമെമ്പാടും ഉയർന്നു വരുന്ന ഇത്തരം പ്രസ്ഥാനങ്ങളെ ലോകത്തിൻ്റെ ഭാവിഗതിയെ നിർണ്ണയിക്കാൻ പോകുന്ന ഊർജ്ജ സ്രോതസ്സുകളായി കാണാം എന്ന് തോന്നുന്നു. ഇവയെല്ലാം കൂടി ഉയർത്തിക്കൊണ്ടുവരുന്നത് ഇന്നത്തെ പണാധിഷ്ഠിത സമൂഹ സങ്കല്പത്തിൽ നിന്ന് വ്യത്യസ്തമായ ഒരു മാനുഷിക സമൂഹ സങ്കല്പമാണ്. ആധികാരിക തലങ്ങളിൽ നിന്നെല്ലാം അവഗണനയും അവഹേളനവും ഏറ്റുവാങ്ങി തോൽക്കുന്ന സമരമുഖങ്ങളിലൂടെ ജീവിക്കുന്ന ഈ ബദൽ കാഴ്ചപ്പാടിനെയാണ് ഒരു വ്യാഴവട്ടക്കാലം മുമ്പ്
ഫ്രാൻസിസ് മാർപ്പാപ്പ തൻ്റെ പ്രസ്താവനയിലൂടെ അംഗീകരിക്കുകയുണ്ടായത്, ശക്തിപ്പെടുത്തുകയുണ്ടായത്. പണമല്ല, മനുഷ്യനായിരിക്കണം സാമ്പത്തിക സംവിധാനത്തിൻ്റെ കേന്ദ്രം എന്ന തൻ്റെ പ്രസ്താവനയിലൂടെ ലോകവീക്ഷണം സംബന്ധിച്ച വ്യവസ്ഥാപിത പരിപ്രേക്ഷ്യത്തിൽ നിന്നുള്ള ഒരു വ്യതിചലനത്തിന്, ഒരു പാരഡൈം ഷിഫ്റ്റിന് സഭയുടെ ആധികാരിക തലത്തിൽ തന്നെ നാന്ദി കുറിക്കുകയായിരുന്നു ഫ്രാൻസിസ് മാർപ്പാപ്പ. ജീവിതം തികച്ചും ആചാരാനുഷ്ഠാന നിബദ്ധമായിരുന്ന ഒരു സമൂഹ അന്തരീക്ഷത്തിൽ നിന്നുകൊണ്ട് ശാബത്ത് മനുഷ്യന് വേണ്ടിയാണ്, മനുഷ്യൻ ശാബത്തിന് വേണ്ടിയല്ല എന്ന യേശുവിൻ്റെ പ്രഖ്യാപനം അർത്ഥമാക്കുന്നതും എന്തും മനുഷ്യകേന്ദ്രീകൃതമായിരിക്കണം എന്നാണല്ലോ. സാമ്പത്തിക സംവിധാനം മനുഷ്യകേന്ദ്രീകൃതമായിരിക്കണം എന്ന പ്രസ്താവന വഴി താൻ യേശുവിൻ്റെ ശക്തനായ ഒരു വക്താവാണെന്ന് പോപ്പ് ഫ്രാൻസിസ് തെളിയിക്കുക കൂടിയായിരുന്നു. മനുഷ്യൻ്റെ സർഗാത്മകത നഷ്ടമായതാണ് നാഗരികതകൾ നിലംപൊത്താൻ കാരണമായത് എന്ന് ആർണോൾഡ് ടോയിൻബി തൻ്റെ എ സ്റ്റഡി ഓഫ് ഹിസ്റ്ററി എന്ന ഗ്രന്ഥത്തിൽ പറഞ്ഞിട്ടുണ്ട്. മനുഷ്യരെ പണത്തിൻ്റെ ആരാധകരും ചന്തയുടെ നിയമങ്ങൾക്കനുസരിച്ച് ചലിക്കുന്ന റോബോട്ടുകളും ആക്കി മാറ്റുന്ന ഈ വ്യവസ്ഥിതി തീർച്ചയായും മനുഷ്യൻ്റെ സർഗാത്മകതയെ കെടുത്തിക്കളയുന്നതാണ്. അത് നശിച്ചേ വെക്കൂ. ഈ പരിഷ്കാരം നശിക്കും, ക്ഷമയോടെ കാത്തിരുന്നാൽ കാണാം അത് എന്ന് ഹിന്ദു സ്വരാജ് എന്ന തൻ്റെ ആദ്യ ഗ്രന്ഥത്തിലൂടെ ഗാന്ധിജി നടത്തിയ പ്രവചനവും ഇവിടെ നമുക്ക് ഓർക്കാം. ഇന്നത്തെ ഈ വികസന സങ്കല്പത്തെ ഒരു ഐശ്വര്യ സങ്കല്പം കൊണ്ട് ആദേശം ചെയ്യേണ്ടിയിരിക്കുന്നു നാം. മനുഷ്യൻ്റെ സർഗാത്മകതയിലും മനുഷ്യർ തമ്മിലുള്ള ഊഷ്മള ബന്ധങ്ങളിലും അടിത്തറയിട്ട ആനന്ദകരമായ ഒരു ജീവിത വ്യവസ്ഥയുടെ സുവിശേഷം മലമുകളിൽ കയറി നിന്നും കടലോരത്ത് ഇറങ്ങി നിന്നും ഉച്ചത്തിൽ പ്രഘോഷിക്കുവാൻ കാലമായിരിക്കുന്നു. ലോകത്തിലെ എല്ലാ ആധ്യാത്മിക ആചാര്യന്മാരും ഇതേ സുവിശേഷം പ്രസംഗിച്ചവരാണ്. അവരിൽ യേശുവിൻ്റെയും ശ്രീനാരായണ ഗുരുവിൻ്റെയും ഗാന്ധിജിയുടെയും ഒക്കെ സ്വരം ഇപ്പോഴും ലോകത്തിൽ മുഴങ്ങി നിൽക്കുന്നു. ഒരു ഭരണകർത്താവ് എന്നതിനേക്കാൾ യേശുവിനെ പിൻചൊല്ലുന്ന ഒരു ആധ്യാത്മിക ആചാര്യനാണ് താൻ എന്ന് തെളിയിച്ചുകൊണ്ട് ഫ്രാൻസിസ് മാർപ്പാപ്പ മുഴക്കിയതും അതേ സ്വരം തന്നെ. അദ്ദേഹം അന്ന് പറഞ്ഞതിൻ്റെ തുടർച്ചയായി അങ്ങേയ്ക്ക് സ്തുതി, ഏവരും സോദരർ എന്നീ ചാക്രിക ലേഖനങ്ങളിലൂടെ ഇന്ന് നിലനിൽക്കുന്ന സാമൂഹിക സാമ്പത്തിക വ്യവസ്ഥിതിയിലെ മനുഷ്യത്വരാഹിത്യം വിശദമായി സമർത്ഥിക്കുകയും ചെയ്തു അദ്ദേഹം. തുടർന്ന് അദ്ദേഹം കത്തോലിക്കാ സഭയിൽ നിലനിൽക്കുന്ന സമാനമായ അധികാര സാമ്പത്തിക വ്യവസ്ഥിതിയെ പാരസ്പര്യ ബോധമുണർത്തി ഒരു കൂട്ടായ്മ സംവിധാനമായി പരിണമിപ്പിക്കാനുള്ള നടപടികളിലേക്ക് ആധികാരികമായി കടക്കുകയാണ് ചെയ്തത്. അതിനുവേണ്ടിയുള്ള കഠിന പരിശ്രമങ്ങൾക്കൊടുവിൽ 2024 അവസാനത്തോടെ സിനഡാലിറ്റിയോട് കൂടിയ സഭാ സംവിധാനം സംബന്ധിച്ച അന്തിമരേഖ ആധികാരികമായി പ്രഖ്യാപിച്ചതിന് ശേഷമാണ് അദ്ദേഹം ഈ ലോകത്തോട് വിട പറഞ്ഞത് എന്നോർക്കുക. പ്രിയപ്പെട്ടവരെ, ഞാൻ അവസാനിപ്പിക്കുകയാണ്. ലോകത്തിന് ഒരു ദുർമാതൃക സൃഷ്ടിച്ചുകൊണ്ട് ഒരു ഭൗതികാധികാര സ്ഥാപനമായി തുടരുന്ന കത്തോലിക്കാ സഭയെ ആധ്യാത്മികതയിലേക്ക്, അതായത് മാനുഷികതയിലേക്ക് വ്യതിചലിപ്പിക്കാൻ കഠിന ശ്രമം നടത്തിയ ഫ്രാൻസിസ് മാർപ്പാപ്പയ്ക്ക് അതേ ഉപദേശം മുഴുവൻ ലോകത്തോടും വിളിച്ചു പറയാനുള്ള ധാർമ്മികാധികാരം തീർച്ചയായും ഉണ്ടായിരുന്നു. ഓരോ മനുഷ്യനെയും ഇൻഡിവിജ്വലിസ്റ്റിക് ആക്കിക്കൊണ്ട് സ്വകാര്യമാത്രപരതയെന്ന ഭൗതിക മനോഭാവത്തിലേക്ക് നയിച്ചുകൊണ്ട് ലോകത്തെ പണകേന്ദ്രീകൃതവും അധികാര കേന്ദ്രീകൃതമായ ഒരു വ്യവസ്ഥയിലേക്ക് തള്ളിവിട്ട കത്തോലിക്കാ സഭ തന്നെ മനുഷ്യ കേന്ദ്രീകൃതമായ ഒരു സംവിധാനത്തിലേക്കുള്ള തിരിച്ചു നടത്തത്തിന് ആഹ്വാനം ചെയ്യാൻ തയ്യാറായി എന്നത് തീർച്ചയായും വലിയൊരു കാര്യം തന്നെയാണ്. സിനഡൽ മാർഗത്തിലൂടെ മനുഷ്യ കേന്ദ്രീകൃതമായ ഒരു കൂട്ടായ്മ സംവിധാനത്തിന് അസ്ഥിവാരമിടാൻ കത്തോലിക്കാ സഭയ്ക്ക് കഴിഞ്ഞാൽ മറ്റ് മതസമൂഹങ്ങളിലും അതിൻ്റെ അലയടികൾ ഉണ്ടാവുകയും ലോകം കൂടുതൽ മനുഷ്യ കേന്ദ്രീകൃതമായ കൂട്ടായ്മ സംവിധാനത്തിലേക്ക് നയിക്കപ്പെടുകയും ചെയ്യും എന്ന് ന്യായമായും നമുക്ക് പ്രത്യാശിക്കാം. എന്നെ ഇതുവരെ ശ്രമിച്ച എല്ലാവർക്കും നന്ദി.